നമസ്കാരം. സാധനങ്ങൾ കുമിഞ്ഞുകൂടിയ അടുക്കും ചിട്ടയും വൃത്തിയും ഇല്ലാത്ത ഇടങ്ങൾ കാണാൻ മാത്രമല്ല അഭംഗി. അത്തരമിടങ്ങൾ ടെൻഷനും ഉത്കണ്ഠയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. അലങ്കോലമായി കിടക്കുന്ന സ്ഥലങ്ങൾ വീട്ടിലേക്കുള്ള പോസിറ്റീവ് എനർജിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തും. ഇത് ഭാഗ്യക്കേടുകൾക്ക് വഴിവെക്കും. വീട് മുഴുവൻ അടുക്കോടെയും ചിട്ടയോടെയും വയ്ക്കുന്നത് നല്ലൊരു ശീലം മാത്രമല്ല, മാനസിക ശാരീരിക ഉണർവും പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യവുമാണ്. എന്നാൽ എന്നും അതിന് സാധിക്കാത്തവർ ചുരുങ്ങിയത് വീട്ടിലെ ഈ 6 ഇടങ്ങൾ എന്നും ചിട്ടയോടെയും വൃത്തിയോടെയും സൂക്ഷിച്ചാൽ ഭാഗ്യക്കേട് ഒഴിവാകുകയും മാനസിക ശാരീരിക സുഖം കൈവരുകയും പോസിറ്റീവ് വികാരങ്ങളെ ആകർഷിക്കാൻ സാധിക്കുകയും ചെയ്യും. വീട്ടിലേക്ക് ഭാഗ്യവും പോസിറ്റീവ് എനർജിയും കടന്നു വരാൻ ഈ 6 ഇടങ്ങൾ വൃത്തിയാക്കണം. 1. പ്രവേശന കവാടം. പ്രവേശന കവാടമാണ് ഒരു വീടിനെ കുറിച്ചുള്ള ആദ്യത്തെ മതിപ്പ് സൃഷ്ടിക്കുന്ന സ്ഥലം. നല്ല ചിന്തകളും തോന്നലുകളും വരേണ്ടതും ഈ വഴിയാണ്. പ്രവേശന കവാടം അലങ്കോലമായി കിടന്നാൽ സൗഭാഗ്യം പടികടന്നു വരില്ല. ഇവിടം ചെരുപ്പുകളും കോട്ടുകളും ബാഗുകളുമെല്ലാം കൊണ്ടുവന്നിട്ട് അലങ്കോലമാക്കാതിരിക്കുക. ഇവിടുത്തെ വാതിലും നിലവും മറ്റും എപ്പോഴും വൃത്തിയാക്കി വയ്ക്കുക. കോളിംഗ് ബെല്ലും വാതിൽ പൂട്ടും ശരിയായി തന്നെ പ്രവർത്തിക്കുന്നില്ലേ എന്ന് ഉറപ്പുവരുത്തുക. ചെടികളും പൂക്കളും നിറച്ച് ഈ പ്രവേശന കവാടത്തിന് എപ്പോഴും സ്വാഗതമരുളുന്ന പ്രതീതി നൽകുക. 2. കുളിമുറി. കുളിമുറി വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. വെള്ളം സമ്പത്ത് പ്രതിനിധാനം ചെയ്യുന്നു. പക്ഷേ ഇവിടം അലങ്കോലമായി കിടന്നാൽ അത് സാമ്പത്തിക സ്ഥിതിയെയും ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും. കുളിമുറിയിലെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിയിടുകയും ചോരുന്ന പൈപ്പുകളോ മറ്റോ ഉണ്ടെങ്കിൽ അവ ശരിയാക്കുകയും ചെയ്യുക. കുളിമുറിയിലെ പഴയ സാധനങ്ങൾ യഥാസമയം മാറ്റുക. അവിടുത്തെ എല്ലാ സാധന സാമഗ്രികളും അടുക്കോടെയും ചിട്ടയോടെയും വയ്ക്കുക. ചെടികളും മെഴുകുതിരികളും ക്രിസ്റ്റലുകളും മറ്റും വെച്ച് അലങ്കരിച്ച് ഇവിടം പരിശുദ്ധമാക്കി വയ്ക്കുന്നതും നല്ലതാണ്. 3. കിടപ്പുമുറി. സന്തോഷത്തിൻ്റെ പ്രണയത്തിൻ്റെയും നിമിഷങ്ങളാണ് കിടപ്പുമുറി സമ്മാനിക്കുന്നത്. ഇവിടം അലങ്കോലമായി കിടന്നാൽ അത് ഉറക്കത്തെയും മൂഡിനെയും ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കും. ജോലി ചെയ്യുന്ന സാധനങ്ങളും ഉപകരണങ്ങളും ഉൾപ്പെടെ ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും കിടപ്പുമുറിയിൽ നിന്നും മാറ്റുക. കിടക്കയുടെയും കട്ടിലിൻ്റെയും അടിഭാഗത്തുള്ള അനാവശ്യ സാധനങ്ങളും മാറ്റുക. ഇവിടം അലങ്കോലമായി കിടക്കുന്നത് നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തും. കണ്ണിന് സുഖം നൽകുന്ന നിറങ്ങളുള്ള വിരികൾ കൊണ്ട് കിടക്ക വിരിക്കുക. തീവ്രപ്രകാശമുള്ള ലൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. മുറിയിൽ സുഗന്ധം നിറയ്ക്കുന്ന പൂക്കളോ സുഗന്ധദ്രവ്യങ്ങളോ ഉപയോഗിക്കുക. 4. അടുക്കള. അടുക്കളയാണ് ഒരു വീടിൻ്റെ ഹൃദയതാളം. ഭക്ഷണം പാകം ചെയ്യുക മാത്രമല്ല, പ്രിയപ്പെട്ടവരുമായി നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഇടം കൂടിയാണ് അടുക്കള. അടുക്കള വൃത്തികേടായി കിടന്നാൽ അത് ദഹന പ്രശ്നങ്ങളും വിശപ്പും സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാക്കും. അടുക്കള വൃത്തിയാക്കുന്നതിന് കേടുവന്ന പാത്രങ്ങളും ഉപകരണങ്ങളും പഴകിയ ഭക്ഷണവും അവിടെ നിന്ന് നീക്കം ചെയ്യുക. സ്റ്റൗവും കൗണ്ടറുകളും എന്നും വൃത്തിയാക്കി വയ്ക്കുകയും അവിടെയുള്ള സാധനങ്ങൾ അടക്കിപ്പെറുക്കി വയ്ക്കുകയും ചെയ്യുക. അഗ്നി, ജലം, ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട ഇടമാണ് അടുക്കള. ഫ്രഷായ പഴങ്ങൾ, പൂക്കൾ എന്നിവ അടുക്കളയിൽ വയ്ക്കുന്നത് പോസിറ്റീവ് എനർജിയും സമൃദ്ധിയും കൊണ്ടുവരും. 5. ലിവിംഗ് റൂം. കുടുംബാംഗങ്ങൾ റിലാക്സ് ചെയ്യുകയും നല്ല നിമിഷങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന ഇടമാണ് ലിവിംഗ് റൂം.
വീട്ടിൽ ഏറ്റവും ഭംഗിയാക്കി വെക്കാൻ പറ്റുന്ന ഇടവും ഇതാണ്. ലിവിംഗ് റൂം അലങ്കോലമായി കിടന്നാൽ വീട്ടിലെ അന്തരീക്ഷത്തെ അശുഭമായി മാറും. പഴയ പത്രം, വാരിക, കളിപ്പാട്ടങ്ങൾ തുടങ്ങി ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇവിടെ നിന്നും മാറ്റുക. ലിവിംഗ് റൂമിലൂടെ സുഖമായി നടക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെയുള്ള ഫർണിച്ചറുകൾ ക്രമീകരിക്കുക. ജനലുകളും വാതിലുകളും അടയുന്ന രീതിയിൽ ഒന്നും വയ്ക്കാതിരിക്കുക. കലാപരമായ സാധനങ്ങളും ഫോട്ടോഗ്രാഫുകളും വെച്ച് അലങ്കരിക്കുക. ലിവിംഗ് റൂമിനായി നല്ല നിറങ്ങൾ തിരഞ്ഞെടുക്കുക. 6. വീട്ടിലെ ഓഫീസ് മുറി. മിക്ക വീടുകളിലും ജോലി ചെയ്യുന്നതിനും പഠിക്കുന്നതിനും കലാപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും പ്രത്യേകമായി ഒരു മുറി ഉണ്ടാകും. വിജയവും ഉൽപാദനക്ഷമതയും നേടുന്നതിനുള്ള ഉത്തമ സ്ഥലമാണ് ഇത്. എന്നിരുന്നാലും ഇവിടം അലങ്കോലമായാൽ അത് ഏകാഗ്രതയും പ്രചോദനവും നശിപ്പിക്കാൻ കാരണമാകും. ഇവിടം വൃത്തിയാക്കുന്നതിന് ആവശ്യമില്ലാത്ത പേപ്പറുകളും കവറുകളും എല്ലാം കളഞ്ഞ് ഡെസ്കുകളും ഷെൽഫുകളും അടുക്കിപ്പെറുക്കി വയ്ക്കുക. എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങൾ മാത്രം ഇവിടെ വയ്ക്കുക. ചെടികൾ, പുസ്തകങ്ങൾ എന്നിവയെല്ലാം ഇവിടെ വയ്ക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. വീട് വൃത്തിയാക്കുക എന്നാൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളയുക എന്ന് മാത്രമല്ല, ജീവിതം തന്നെ ചിട്ടയാക്കുക എന്നതും പോസിറ്റീവ് എനർജിക്കും സൗഭാഗ്യങ്ങൾക്കും വരാനുള്ള അന്തരീക്ഷം വീട്ടിൽ ഒരുക്കുക എന്നുകൂടിയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.